കോട്ടയം ജി.വി. രാജ സ്പോർട്സ് സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും പട്ടികജാതിക്കാരനുമായ ആദിത്യനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ആക്രമിച്ച സംഭവത്തിൽ നിസാര വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പട്ടികജാതി സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ജനാധിപത്യം പുലരും നാട്ടിൽ പട്ടികജാതിക്കാരുടെ നേരെ പടവെട്ടാനായി തുനിയരുത്. പട്ടികജാതിക്കാരുടെ മക്കൾ പഠിച്ചു കളിച്ച് അഖില വൈപ്പിൻ പുലയ വംശോദ്ധരണി സഭയുടെ നേതൃത്വത്തിൽ വിവിധ പട്ടിക വിഭാഗ സംഘടനകൾ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ദളിത് സമുദായ മുന്നണി ചെയർമാനും ദളിത് ചിന്തകനുമായ സണ്ണി എം കബിക്കാട് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തിച്ച ഞാറക്കൽ പോലീസിന്റെ നടപടിക്കെതിരെയാണ് ഈ ബഹുജനങ്ങൾ ഇന്നിവിടെ അണിനിരന്നിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെമ്പാടും ഞങ്ങളുടെ സമുദായത്തിന് ഇതുപോലെ അണിനിരക്കേണ്ടി വരുന്നുണ്ട് എന്നത് ജനാധിപത്യ കേരളത്തിനൊട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ല. തിരുവനന്തപുരത്തും കാസർഗോഡും കോഴിക്കോടും എറണാകുളത്തുമെല്ലാം കോട്ടയത്തുമെല്ലാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ആയിരക്കണക്കിന് പോലീസ് സ്റ്റേഷൻ മാർച്ചുകളും ആയിരക്കണക്കിന് സെക്രട്ടേറിയറ്റ് മാർച്ചുകളുമാണ് ഈ സമുദായം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരപ്പോഴെല്ലാം ആവശ്യപ്പെടുന്നത് ഭരണഘടന അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നീതിയാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയുടെയോ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയോ കാരുണ്യമല്ല ഈ സമുദായം ആവശ്യപ്പെടുന്നത്. മറിച്ച് ലോകമാദരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ഈ സമുദായ അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ള സവിശേഷമായ അവകാശങ്ങൾ ഉറപ്പ് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത്തരൊരു ആവശ്യം തന്നെയാണ് ഈ മാർച്ചിലും ഉന്നയിക്കുന്നത്. ഇവിടെ ഈ മാർച്ച് നടത്തുന്നത് ഈ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലെ സിഐയോട് എന്തെങ്കിലും യാചിക്കുവാനല്ല, അയാൾ അങ്ങോട്ട് കരുതുകയും വേണ്ട. മറിച്ച് ഞങ്ങളുടെ സമുദായാംഗമായിട്ടുള്ള കേവലം 14 വയസ്സുള്ള ഫുട്ബോളർ, ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കഴിയുന്ന പ്രതിഭാശാലിയായ ഒരു ഫുട്ബോളറെ സംഘം ചേർന്നും ഗൂഢാലോചന നടത്തി വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയി അതിഭീകരമായി മർദ്ദിച്ചൊരു സംഭവം ഒരു പരാതി രൂപത്തിൽ ഇവിടുത്തെ സർക്കിളിന്റെ മുന്നിൽ എത്തിയിരുന്നു നാളുകൾക്ക് മുമ്പ്. താങ്കൾ അതിൽ എന്ത് നടപടിയെടുത്തു എന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ആ നടപടിയെടുക്കുക നിങ്ങളുടെ താല്പര്യമല്ല, അവിടെ നിങ്ങളുടെ താല്പര്യം പ്രധാനമല്ല. മറിച്ച് ഇന്ത്യൻ നിയമ വ്യവസ്ഥ അനുശാസിക്കുന്നതിന് പ്രകാരം ഉള്ള നടപടികൾ നിങ്ങൾ പൂർത്തീകരിച്ചോ? ഇതാണ് ഞങ്ങൾക്കറിയേണ്ട കാര്യം. പൂർത്തീകരിച്ചില്ലെങ്കിൽ അതിന് സമാധാനം നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ ഈ ചെറുപ്പക്കാരികൾ, വിദ്യാർത്ഥികൾ, പ്രായമായവർ, വീട്ടമ്മമാർ ഒക്കെ ഈ തെരുവിലൂടെ ഇങ്ങനെ കിലോമീറ്ററുകൾ നടന്നിവിടെ മാർച്ച് നടത്തുന്നത് ഞങ്ങളുടെ പയ്യനെ പിടിച്ചുകൊണ്ട് പോയ ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും ആരായാലും അവർക്കിട്ട് അടി കൊടുക്കാൻ പ്രാപ്തിയില്ലാത്തതുകൊണ്ടൊന്നും അല്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞങ്ങൾ നിയമം അനുസരിക്കുന്നവരായതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഞങ്ങൾ മാന്യന്മാരായ പൗരന്മാരായതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അല്ലാതെ ഇവിടെ ആരെയും പേടിച്ചിട്ടല്ല. അങ്ങനെ പേടിയില്ലെന്ന് മഹാത്മാ അയ്യൻകാളി ചരിത്രത്തിൽ തെളിയിച്ചിട്ടുണ്ട് എന്ന വസ്തുതയും നിങ്ങൾ അറിയണം. അതുകൊണ്ട് ഞങ്ങളിവിടെ മർദ്ദനത്തിനും ഭീഷണിക്കും പ്രശ്നങ്ങൾക്കും പോകാത്തത് അവരെ കൊണ്ട് അതൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണെന്ന് സാക്ഷാൽ CI അടക്കം കരുതണ്ട. ഈ ആദിത്യനെ പിടിച്ചോണ്ടുപോയി അതിഭീകരമായി മർദ്ദിച്ചു. ഒരു സ്ഥലത്ത് വെച്ചല്ല, പല സ്ഥലത്ത് വെച്ച്. ഞാൻ ഈ സർക്കിളിനോട്, ഇയാൾ നിയമം പഠിച്ച ആളായിരിക്കുമല്ലോ, പഠിച്ചിരിക്കണമല്ലോ മിനിമം നിയമം. ഒരു ആളെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ ഒരു സംഘം വന്ന് വിളിച്ചിറക്കി വാഹനത്തിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്തിട്ട് മർദ്ദിച്ച് അയാൾ ആശുപത്രിയിലാകുന്നത് ഒരു കുറ്റകൃത്യമാണോ അല്ലയോ എന്നുള്ളത് ആദ്യം നിങ്ങൾ സമാധാനം പറയണം. അങ്ങനെ അതൊരു കുറ്റകൃത്യമാണെങ്കിൽ ആ കുറ്റവാളികൾക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അപ്പൊ പറഞ്ഞൊരു കാര്യം,
ഞങ്ങൾ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ്. ഇയാളൊരു മജിസ്ട്രേറ്റാണ് ജാമ്യം കൊടുക്കാൻ. ഇയാൾക്ക് ഈ പട്ടികവർഗ നിരോധന നിയമം എന്ന് പറയുന്ന നിയമം ഉണ്ടെന്ന് അറിയാമോ? അത് നിങ്ങൾക്കറിയത്തില്ല, അത് ഞങ്ങൾക്കറിയാം. അതാ ഈ പറയുന്ന കാര്യം. ഈ പരാതി അവരെപ്പോൾ ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള പട്ടികജാതി നേതാക്കൾ, ദളിത് നേതാക്കൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, മൊഴിയെടുക്കാൻ പോലീസുകാർ വന്നപ്പോൾ ഞങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ആവർത്തിച്ച് ആദിത്യനും അവന്റെ അച്ഛനും പറഞ്ഞിട്ട് അത് രേഖപ്പെടുത്തിയില്ല എന്നാണ്. എന്താണ് രേഖപ്പെടുത്തുക? ഈ പട്ടികജാതിക്കാരാന്ന് പറയുന്നതേ ഈ സർക്കാരിനോട് ലോൺ ചോദിക്കാനൊന്നുമല്ല, അങ്ങനെ വിചാരിക്കരുത്. ഇത് കാര്യം വേറെയാ. പട്ടികജാതിക്കാരെന്ന് പറഞ്ഞ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനവിഭാഗത്തിന് ഇന്ത്യൻ ഭരണഘടന പ്രത്യേക പദവി നൽകിയിട്ടുണ്ട് എന്ന കാര്യം സർക്കാർ മനസ്സിലാക്കണം. പ്രത്യേക പദവി. അവരെ ആക്രമിച്ചാൽ, അവരെ ആക്ഷേപിച്ചാൽ അവരെ ജാമ്യം കൊടുക്കാതെ പിടിച്ചിടാൻ നിയമമുണ്ടെന്ന് അറിഞ്ഞു തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് രേഖപ്പെടുത്തണമെന്ന് പറയും. ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരായി രേഖപ്പെടുത്തുകയും SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ പോലീസുകാർ പറയുന്നൊരു കാര്യമുണ്ട്. പൊതുവിൽ ചരിത്ര കേസുമായി ബന്ധപ്പെട്ട് നിരവധി പോലീസ് സ്റ്റേഷൻ കയറി ഇറക്കുന്ന ഒരാളെന്ന നിലയിൽ അത് തെളിവില്ല. അത് ജാതി പറഞ്ഞാൽ മാത്രം പോരാ, കൂടെ തെറികൾ വിളിക്കണം. അത്രേ. നിങ്ങൾ ആദ്യം ഇതൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം. എനിക്കതേ പറയാനുള്ളൂ. ആദ്യം ഈ നിയമം ഒന്ന് എടുത്ത് വായിച്ചത്. ഇതിനകത്ത് തെറി വിളിക്കുന്ന കാര്യമൊന്നും അല്ല പറയുന്നത്. ഒരു അനധികൃതമായി ഒരു പട്ടികജാതിക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചാൽ അത് കേസ് വേറെ. അത്തരം ഗുരുതരമായൊരു കുറ്റകൃത്യം ഉണ്ടായിട്ട് പ്രതിയെ രക്ഷിക്കുന്ന നടപടി എടുത്താൽ ഒരു കാര്യം പറയാം, പേരൂർക്കട SI ഇപ്പൊ ഒളിവില, അവർ ഒളിവിൽ പോകേണ്ടി വരും. പേരൂർക്കട ASI ഇപ്പൊ ഒളിവില. ദളിതർ സമരം ചെയ്ത് തന്നെയാണ് അത് നേടിയത്. നിങ്ങൾ മനസ്സിലാക്കിയോ? ADGP ഒക്കെ ഉണ്ട്. ഇവിടെ ഉള്ളവരിന്ന് ചാടുവൊന്നും വേണ്ട, പോലീസുകാരും CI ഒന്നും. ADGPക്ക് തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ട് അയാൾ ട്രാക്ടറെ കയറി ശബരിമലയ്ക്ക് പോയി. അങ്ങനെ തന്നെ നമ്മൾ കാണണം. ഇവരൊക്കെ ഭയങ്കര ബുദ്ധിയുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാ. ശുദ്ധ മണ്ടന്മാരും അലവലാദികളുമാണ് ADGP അടക്കമുള്ള ആൾക്കാർ. നമ്മളെന്താ വെറുതെ മനുഷ്യരെ തെറ്റിദ്ധരിക്കുന്നത്? ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണ്, ഇവരൊക്കെ വലിയ കുടുംബക്കാർ. എന്ത് കുടുംബം? ഒരു തലയ്ക്ക് വെളിവുള്ള ട്രാക്ടർ കയറി പോവും. തലയ്ക്ക് വെളിവില്ലാത്തവനാണ്. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്തരം തലയ്ക്ക് വെളിവുകേട് ഞങ്ങളോട് കാണിക്കരുത്. അതാണ് പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ല, നിങ്ങൾ പോയി ചികിത്സിച്ചോളാം. അതല്ലാതെ ഞങ്ങളെ മെക്കിട്ടുകാർ ഞങ്ങളുടെ സമുദായത്തെ അപമാനിക്കാമെന്ന് വിചാരിക്കരുത്. അപ്പൊ ആദ്യത്തിനെ പിടിച്ചോണ്ട് പോയതൊരു കുറ്റകൃത്യമാണ്. അപ്പൊ അതിനകത്ത് 2 പ്രതികൾ മാത്രമാണ് പ്രായപൂർത്തി എത്തിയത്. ബാക്കിയെല്ലാം കുഞ്ഞുങ്ങളാണ്. ഈ കുറ്റവാളികളെ കൈകാര്യം ചെയ്യാനായിട്ട് ഇന്ത്യയിലൊരു നിയമം. കുറ്റവാളികളെ എന്ത് കുറ്റം ചെയ്താലും മക്കൾ വീട്ടിൽ പോകുന്ന വഴിക്ക് ചായ കൂടി കുടിച്ചു എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇന്ത്യക്കകത്തില്ല. ഇന്ത്യയില് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുണ്ട്. ഈ എറണാകുളത്തുണ്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. അങ്ങോട്ട് സത്യസന്ധമായി വിശദമായ അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഞാറക്കൽ CIക്കുണ്ട്. നിങ്ങളത് ചെയ്തിട്ടുണ്ടെന്നാ ചോദ്യം. ആദിത്യനും പിതാവും പറഞ്ഞ കാര്യം രേഖപ്പെടുത്താത്ത കള്ള റിപ്പോർട്ട് അല്ല കൊടുക്കേണ്ടത്. വസ്തുനിഷ്ഠമായ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കുക. പിന്നെ കോടതി നോക്കുള്ളൂ. കോടതിയിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ആദിത്യന് വേണ്ടി എന്ത് ചെയ്യണമെന്നും ഞങ്ങൾക്കറിയാം. അപ്പൊ ഈ 18 വയസ്സിൽ താഴെയാണ് എന്ത് കുറ്റം ചെയ്താലും കുഴപ്പമില്ലെന്നാ പൊട്ടന്മാര് വിചാരിച്ചു. അങ്ങനല്ല. കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റിയാണ് ആളെ ശിക്ഷിക്കണോ വേണ്ടത് തീരുമാനിക്കുന്നത്. അതല്ലാതെ അവന് പൈസയുണ്ട്, അവന് മുന്തിയ സമുദായമാണ്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പിന്നെ ഇതൊന്നും അല്ല. ഒരാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിന്റെ ആഴമാണ്, അതിന്റെ പരപ്പാണ് ആ കേസ് ഗ്രേവാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്താണ് ശിക്ഷ വിധിക്കേണ്ടത്. ജുവനൈൽ കോർട്ട് വെറുതെ വിട്ടോട്ടെന്നേ, ഞങ്ങൾ നോക്കിക്കോളാം. സർക്കാർ ചെയ്യേണ്ട കാര്യം സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള. 2 പേരെന്തായാലും പ്രായപൂർത്തി എത്തിയവരാ. അവരെ എന്ത് ചെയ്തു? ഈ കൂടി ജാമ്യം കൊടുത്തെന്നാ പറയുന്നത്. ജാമ്യം
എങ്ങനെയാണെന്നറിയാമോ? സർക്കിളിന് ജാമ്യം കൊടുക്കാം, സ്റ്റേഷൻ ജാമ്യം കൊടുക്കാം, പല കേസിലും കൊടുക്കാൻ പറ്റും. അതിനാണ് ഈ ജാമ്യം കൊടുക്കാനാണ് ആദിത്യനും അച്ഛൻ സാജുവും പറഞ്ഞിട്ട് ഞങ്ങൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുതാതിരുന്നത് ഈ ജാമ്യം കൊടുക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. അവിടെ മര്യാദയ്ക്ക് എഴുതിക്കോണം. SC/ST അട്രോസിറ്റീസ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യത്തിലാണ് ഈ കുട്ടിപ്പട്ടാളവും ഈ മുതിർന്നവരും ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് കൃത്യമായി എഴുതണം. SC/ST അട്രോസിറ്റീസ് ആക്ട് ബാധകമാണതിന്. ആരെങ്കിലും വെറുതെ അപമാനിക്കാനും അല്ല. ഈ മാർച്ച് ആവശ്യപ്പെടുന്ന കാര്യം സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾ നിയമപരമായി ബാധ്യസ്ഥമാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു വിരോധമോ ഒരു ഇടപാടോ ഇല്ല. ഇതൊരു സമുദായത്തിന്റെ ആവശ്യമാണ്. കേരളത്തിൽ ഏതാണ്ട് 60 ലക്ഷത്തിലധികം വരുന്ന ഒരു സമുദായത്തിന്റെ ആവശ്യമാണിത്. ഞങ്ങളുടെ ഒരു ഭാവി വാഗ്ദാനത്തെയാണ് അതിഭീകരമായവന്മാർ മർദ്ദിച്ചത്. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സർക്കിളിന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ഒരൊറ്റ ദിവസം തന്നെ ഒരു വലിയ സംഘം അവിടെ എത്തിച്ചേർന്നത് ഗൂഢാലോചന നടക്കാതെ? അവിടെ നിന്നും കാറിൽ കയറ്റി കൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥലത്ത് 2 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. ഇത് നേരത്തെ ആലോചിക്കാതെ നടക്കുമോ? ഗൂഢാലോചന ഒരു കുറ്റമല്ലേ? ഒരു കുട്ടിയെ മുറിവേൽപ്പിക്കുന്നത് കുറ്റമല്ലേ? ആക്രമിക്കുന്നത് കുറ്റമല്ലേ? അതിൽ മുതിർന്നവർ പ്രതിയായിരിക്കെ SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് അവരെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എന്നാലേ ഈ സമൂഹത്തിൽ നീതി പുലരൂ. ഈ വിഭാഗത്തെ എന്ത് ചെയ്താലും ചില ആൾക്കാർ പറയാം, ഞാൻ കൊല്ലും കൊലയുമുള്ള വീട്ടിൽ ജനിച്ചു വളർന്നതാണ്. ഞങ്ങളാരും കൊല്ലും കൊലയുള്ള വീട്ടിൽ ജനിച്ചു വളർന്നതാണ് ഞങ്ങളാരും പറഞ്ഞത്. പക്ഷെ ഇനി ഞങ്ങളോട് കൊല്ലയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അടി മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ ഇവിടുത്തെ തുല്യ പൗരന്മാരാണ്. അതുകൊണ്ട് കൊല്ലും കൊലയൊക്കെ പണ്ട് ആ കച്ചേരി ഒന്നും ഇനി എടുക്കണ്ട. ഇവിടെ ഞങ്ങൾ പറയുന്നൊരു കാര്യം, ഈ സമുദായത്തിന്റെ ഒരു ഭാവി ആകാൻ എല്ലാ സാധ്യതയുമുള്ള ആദിത്യൻ എന്ന് പറയുന്ന ഫുട്ബോളറെ അതിഭീകരമായി മർദ്ദിച്ചു. അവരൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടും. ആ കുറ്റകൃത്യത്തിൽ ഒരു നടപടി ഉണ്ടാവുന്ന സമൂഹത്തിന് സന്ദേശമാണ്. ആ സന്ദേശം ഈ മുതിർന്നവരെ പിടിച്ചകത്തിട്ടാൽ ആ സന്ദേശം പോകുമോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം. പോവും, തീർച്ചയായിട്ടും പോവും. ആൾക്കാരോട് ഇടപെടുമ്പോൾ അവരെത്ര പാവപ്പെട്ടവരാണ്, കുഴപ്പമില്ല, അടി കൊടുത്താലും പ്രശ്നമില്ല, ആരും ചോദിക്കാണ്. ഈ മനോഭാവത്തിൽ വലിയ തിരുത്തുണ്ടാവും. ഞങ്ങൾക്കറിയാം ഈ കേരളത്തിൽ ജാതിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മാന്യന്മാർ നടക്കുന്നുണ്ടല്ലോ. ജാതി ഇല്ലാത്ത എന്നാന്നറിയാവോ? ഞാറക്കൽ പരസ്യമായിട്ട് ഞങ്ങളെ ജാതി വിളിച്ച് അടി തരും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ജാതി ഇല്ലാത്തത്. ഇത് ഞങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടെന്നേ. ഞാറക്കൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും വെറുതെ കയറി ജാതി പറഞ്ഞാൽ തല്ലി മേടിക്കും. അവിടെ ആരും പറയാതെ എന്നിട്ട് അവർ തന്നെ പറഞ്ഞെടുക്കാം ജാതിയില്ല കേട്ടോ. ഈ കള്ളത്തരവും കൗശലമൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞാൻ പറയുന്നത് ഈ നമ്മൾ വളരെ കൃത്യമായ ശരിയായ ഒരു ഡിമാൻഡാണ് റേസ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഞാറക്കൽ പോലീസ് വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് സമുദായം മുന്നോട്ട് വെക്കുന്നത്. AVPV സഭാ പ്രസിഡന്റ് MA കുമാരൻ അധ്യക്ഷത വഹിച്ചു. വെളിയത്താംപറമ്പ് AVPV സഭാംഗണത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് സഭാ സെക്രട്ടറി ഡോക്ടർ PK ബേബി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള ദളിത് മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് CS മുരളി, പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ മുന്നണി സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ VS രാധാകൃഷ്ണൻ, SC/ST സംയുക്ത വേദി കോർഡിനേറ്റർ സുനിൽ ഞാറക്കൽ, സാമൂഹ്യ പ്രവർത്തകൻ TR ദേവൻ, കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് മുളഞ്ചേരി, KPMS സംസ്ഥാന സെക്രട്ടറി പ്രശോഭ് ഞാവേലി, APPS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ C കുട്ടപ്പൻ, കേരള സാംബോർ സൊസൈറ്റി ജില്ലാ സെക്രട്ടറി ശിവാനന്ദൻ, VR രാജേന്ദ്ര പ്രസാദ്, ബേബി ബോട്ടുപുരയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. MK വിജയൻ, NK പ്രഭാകരൻ, NG രതീഷ്, NK സജിത്ത്, ജിബിൻ ചെറുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.